ഹലോ, ജിഞ്ചർ ഗാർലിക് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു അടിപൊളി സ്പെഷ്യൽ കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷെ നമ്മൾ ബേക്ക് ചെയ്തല്ല ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ബിസ്കഫിൻ്റെ ബിസ്ക്കറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു 10-20 പീസോളം ഞാൻ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല ടേസ്റ്റാണ്. ആ ബിസ്ക്കറ്റ് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പിന്നെ നമുക്ക് വേണ്ടുന്നത് ബട്ടറാണ്. ബട്ടർ ഞാൻ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ക്രീം ചീസാണ്. കടയിലൊന്നും ചോദിച്ചിട്ട് കിട്ടിയില്ല, അങ്ങനെ ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ്. പിന്നെ ഇത് പൊടിച്ച പഞ്ചസാര, പിന്നെ ബിസ്കഫിൻ്റെ തന്നെ നമ്മൾ ഈ ബ്രെഡിലൊക്കെ സ്പ്രെഡ് ചെയ്യുന്നില്ലേ, അതുപോലത്തതാണ്, സ്പ്രെഡാണ്. പിന്നെ വിപ്പിംഗ് ക്രീം വേണം. പിന്നെ ഒരു ട്രേ വേണം. ഇതുപോലത്തെ ട്രേ തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനൊരു 20-22 പീസോളം ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത്. ഇതിനെ നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ബട്ടർ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതായത് നമ്മൾ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നല്ല സ്റ്റിഫായിട്ട് ഇത് ഇരിക്കുന്ന പാകത്തിനായി കിട്ടണം. ഒരു ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ വേണ്ടി വരും. രണ്ടോ മൂന്നോ ഇതിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്യുന്നതാണ്. എന്നിട്ട് നമ്മളിങ്ങനെ കൈ കൊണ്ട് എടുത്ത് ഇങ്ങനെ പിടിച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് നല്ല സ്റ്റിഫായിട്ട് തന്നെ ഇരിക്കണം. അതാണ് അതിൻ്റെ പാകം. ഇതിനിടയ്ക്ക് മോൻ വന്നിട്ട് ഇപ്പി മാഗി കഴിച്ചോട്ടെ എന്നൊക്കെ ഒന്ന് ചോദിച്ചതാണ്. ഇത് നമുക്ക് വേറെ ബിസ്ക്കറ്റിലും ഉണ്ടാക്കാം. പിന്നെ ഇതൊരു പ്രത്യേക ടേസ്റ്റാണ്. നല്ലൊരു മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ട്രേയുടെ അകത്തേക്ക് ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ 8 ഇഞ്ചിൻ്റെ ട്രേ എടുത്തിരിക്കുന്നത്. ഒരു 6 അല്ലെങ്കിൽ 7 ഇഞ്ചിൻ്റെ ട്രേ കുറച്ചുകൂടെ അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. എൻ്റെ അടുത്ത് പക്ഷേ ഇതേ ഉണ്ടായുള്ളൂ, അതുകൊണ്ടിട്ടാണ് ഞാൻ ഇതെടുത്തത്. ഇതിനെ നല്ലതുപോലെ അമർത്തി നല്ലതുപോലെ സെറ്റ് ചെയ്തെടുക്കണം. ആദ്യം ഒരു സ്പൂൺ കൊണ്ട് നല്ലതുപോലെ ലെവൽ ചെയ്ത് കൊടുക്കുക. ബിസ്ക്കറ്റിൻ്റെ എണ്ണം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ കൂട്ടണമെങ്കിൽ കൂട്ടാം. ഞാനിപ്പോൾ ഒരു 20-22 പീസാണ് എടുത്തിരിക്കുന്നത്. നല്ലതുപോലെ അമർത്തി നല്ലതുപോലെ പൊടിച്ചെടുക്കാനും ശ്രദ്ധിക്കുക. നമുക്കിതിനെ ഒരു ഗ്ലാസിൻ്റെ, സ്റ്റീൽ ഗ്ലാസ്സോ അല്ലെങ്കിൽ ചില്ല് ഗ്ലാസ്സോ എന്തിൻ്റെയെങ്കിലും ഈ അടിഭാഗം ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നല്ലതുപോലെ ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നല്ലോണം ഉറപ്പിച്ച് വയ്ക്കുക. സൈഡിലുമൊക്കെ നല്ലതുപോലെ പ്രസ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ആ സ്പൂൺ വെച്ചിട്ട് വീണ്ടും ഒന്നും കൂടെ ഇങ്ങനെ ലെവൽ ചെയ്ത് നല്ല നീറ്റാക്കി എടുക്കാം. എന്നിട്ട് നമുക്കതിനെ ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം.
അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്രീം ചീസ് 1 കപ്പ് അളവിൽ ക്രീം ചീസ് കടയിൽ നിന്ന് മേടിക്കാനായിട്ട് കിട്ടും, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ക്രീം ചീസ് എടുക്കുക. എന്നിട്ട് നമ്മുടെ ലോട്ടസിൻ്റെ തന്നെ ബിസ്കഫയുടെ സ്പ്രെഡാണ്, നല്ല തിക്കായിട്ടുള്ളതാണ്. അപ്പോൾ അതും കൂടെ 2-3 ടേബിൾ സ്പൂൺ അളവിൽ അതും കൂടെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ക്രീം ചീസിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സാക്കി എടുക്കുക. മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബീറ്റർ വെച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തും കൂടെ എടുക്കണം. ഞാനിപ്പോൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീം എടുക്കാം. അതും പഞ്ചസാരയും കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര പൊടിച്ചതാണ്. അതും കൂടെ ആ ക്രീമിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്തു. നമ്മൾ കേക്കിനൊക്കെ ബീറ്റ് ചെയ്ത് നമുക്ക് ഒത്തിരി അങ്ങോട്ട് ഇതായിട്ട് വരണ്ട, ഇച്ചിരി ഒന്ന് ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിൽ വേണം വരേണ്ടത്. എന്നിട്ട് ആ വിപ്പിംഗ് ക്രീമും നമ്മുടെ ക്രീം ചീസും കൂടെ മിക്സ് ചെയ്തെടുക്കുക. ആദ്യം നമ്മൾ സ്പാച്ചിൽ വെച്ചിട്ട് ഇങ്ങനെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് വീണ്ടും നമ്മളിതിനെ ബീറ്റർ വെച്ച് ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. വിപ്പിംഗ് ക്രീം കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് സ്പാച്ചിൽ വെച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ബീറ്റർ വെച്ചിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുത്തതാണ്. കണ്ടോ, നല്ലതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ബീറ്റ് ചെയ്തിട്ട് ഒന്നും കൂടെ നമ്മൾ സ്പാച്ചിൽ വെച്ചിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ബിസ്ക്കറ്റ് സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതിനെ പുറത്തേക്ക് എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ ക്രീം ചീസും വിപ്പിംഗ് ക്രീമും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മിക്സ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ലെവൽ ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒരു സ്പാച്ചിലയോ എന്തെങ്കിലും വെച്ചിട്ട് നല്ലതുപോലെ ലെവൽ ചെയ്തെടുക്കണം. ഇനി നമുക്കിതിനെ 1 മണിക്കൂറെങ്കിലും നമുക്ക് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ സ്പ്രെഡില്ലേ അതിനെ നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഒരു 3-4-5 സ്പൂണ് ഞാൻ മെൽറ്റ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം നമ്മുടെ ഫ്രിഡ്ജിൽ നിന്ന് നമ്മുടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എടുക്കുക. അതിൻ്റെ അകത്തേക്ക് ഈ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്പ്രെഡ് ഒഴിച്ച് നല്ലതുപോലെ വീണ്ടും നമ്മൾ ലെവൽ ചെയ്ത് കൊടുക്കുക. എന്ത് രസമാണെന്നൊക്കെ കാണുമ്പോൾ തന്നെ അത് മെൽറ്റ് ചെയ്തപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ അത് ഫുള്ളായിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് നല്ലതുപോലെ നമുക്ക് ലെവൽ ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മടി കാണിക്കരുത്. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം. അപ്പോൾ ഇതിൻ്റെ സ്പ്രെഡ് ഇച്ചിരി റേറ്റ് കൂടുതലാണ്. നമുക്ക് വീട്ടിലിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിനെ നമ്മൾ ഓവർനൈറ്റ് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുക. പിറ്റേ ദിവസം രാവിലെ നമുക്കിത് നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ രാവിലെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ്. നമുക്കിതിനെ ഡീമോൾഡ് ചെയ്ത് നോക്കാം. എനിക്ക് ഇന്നലെ രാത്രിയും കറണ്ടൊക്കെ പോയിട്ടുണ്ടായി. ഇനി നമുക്കിതിൽ കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്യാം. നമ്മൾ ഇന്നലെ ആ ബിസ്ക്കറ്റ് നമ്മൾ കുറച്ച് പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ മറക്കണ്ട, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ എങ്ങനെ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഈ ബിസ്ക്കറ്റിൻ്റെ പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് നമ്മുടെ ഈ ഇതുണ്ടല്ലോ കേക്കിലൊക്കെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.
ഇപ്പോൾ ഇതിലുള്ള ക്രീം ചീസ് ആണെങ്കിലും നമുക്ക് വീട്ടിലുണ്ടാക്കാം. ഈ ബിസ്കഫയുടെ സ്പ്രെഡും നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അത് ഞാനൊരു ദിവസം വീഡിയോ ഇട്ടേക്കാം. അതിൻ്റെ കളറ് തന്നെ കാണുമ്പോൾ നമുക്ക് കഴിക്കാൻ തോന്നും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.